ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുക, അതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് ബുക്സും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കണം എന്നുള്ളത് പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും സ്വയം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. ആ ടൈം ടേബിൾ ഒരു 2-3 ദിവസം ഫോളോ ചെയ്യും. പിന്നെ അവരത് സ്കിപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ടൈം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മൾ JCAയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഇത് CC സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. അതായത് നമ്മളിത് 6 ഡേ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് Day 1 മുതൽ Day 6 വരെ. അതിൽ Day 1 ഡേറ്റ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജൂൺ 10-ാം തീയതിത്തെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ജൂൺ 10-ാം തീയതി മുതലുള്ള 6 ഡേയ്സിനുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അതിൽ റെക്കോർഡഡ് ക്ലാസ്സസിൽ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിലെ ക്ലാസ്സിൽ ഏത് വീഡിയോ ആണ് അവർ കാണേണ്ടത് എന്നൊക്കെയുള്ള ദിവസവും എല്ലാ സബ്ജക്റ്റുകളും, അതായത് ദിവസവും ഒരു സബ്ജക്റ്റിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങാതെ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ദിവസവും പഠിച്ചു പോകാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സിലബസ് വരാത്ത സാഹചര്യത്തിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാവുന്ന കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ് ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ ഏത് പാർട്ടാണ് കാണേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇൻഹൗസ് ലൈവ്, നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ, ആഴ്ചയിൽ മിനിമം 3 ലൈവ് ക്ലാസ്സുകളെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകളുടെ കാര്യം കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ Day 2 ജൂൺ 11-ാം തീയതി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ഇത് റെക്കോർഡഡ് ക്ലാസ്സിൽ കാണേണ്ടതാണ്. ബാങ്കിങ് സിസ്റ്റം സെക്ഷൻ 2 ഒരുപാട് പഠിക്കാനുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സിൽ അത് കേൾക്കുക. Day 3 ജൂൺ 12-ാം തീയതി ലൈവ് ക്ലാസ്, രാത്രി 10 മണി മുതൽ 11 മണി വരെ ലൈവ് ക്ലാസ്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, ലൈവ് ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്റ്റഡി പ്ലാന്. കാരണം അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ ബുക്കിൽ നിന്നൊന്നും കിട്ടാത്ത ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കണക്റ്റിംഗ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി, ലൈവ് ക്ലാസ്സും കൂടി നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Day 4 ലൈവ് ക്ലാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ Day 5 റെക്കോർഡഡ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുണ്ട്. പിന്നെ Day 6 പറയുന്നത് റിവിഷൻ ഡേ ആണ്. Day 6 എന്ന് പറയുന്നത് Day 6 റിവിഷൻ ഡേ ആണ്. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ഡേയും അന്ന് ലൈവ് ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റിവെച്ച ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ലൈവ് ക്ലാസ്സും കൂടി അന്ന് വന്നത്. പിന്നെ Day 7 മെയിനായിട്ട് നമ്മൾ എക്സാം ഡേ ആണ്. അപ്പോൾ ഈ 6 ദിവസം പഠിക്കാനും 7-ാമത്തെ ദിവസം നമ്മൾ അതാണ് 1 to 6 സ്റ്റഡി പ്ലാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 6 ദിവസം പഠിക്കുക, പിന്നെ 7-ാമത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോഡൽ എക്സാം അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച ടോപ്പിക് എന്നുള്ള എക്സാം ആണ് 7-ാമത്തെ ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 7th ഡേ നമ്മൾ എക്സാം ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഫെസിലിറ്റീസ് അവൈലബിൾ ആവും. നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ജോയിൻ ചെയ്യുക. JCA എക്സാം ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്